വോട്ടർമാരുടെ വിരലിൽ പുരട്ടുന്ന മഷയിൽ നിന്ന് ഉദ്യോഗസ്ഥർക്ക് പൊള്ളലേറ്റു. തവനൂർ മണ്ഡലത്തിലെ വിവിധ പോളിംഗ് ബൂത്തുകളിൽ ജോലി ചെയ്ത 50ഓളം ഉദ്യോഗസ്ഥരാണ് പരാതിയുമായി രംഗത്ത് വന്നത്. ഗ്ലൗസ് പോലെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ നൽകിയില്ലെന്നും ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ കൈ നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട്. ഞാനത് നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് ഒഴിവാക്കാൻ ശ്രമിക്കാത്തത് കൊണ്ട് ആ പൊള്ളി നിൽക്കുന്ന ഭാഗം അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ 3 വിരലുകൾക്ക് തൊട്ടാലൊന്നും നമുക്കറിയില്ല. അങ്ങനെ ഒരു കമ്പി കൊണ്ട് കുത്തി കഴിഞ്ഞാൽ പോലും അത് അറിയുന്നില്ല. അത്രയും മരവിച്ച ഒരവസ്ഥയാണ്. പിന്നെ രാത്രി ഉറങ്ങുന്ന സമയത്തൊക്കെ നല്ല നീറ്റിലാണ്. ഇത്തരം ഡ്യൂട്ടികളൊക്കെ തരുമ്പോൾ നമുക്ക് അതിനനുസൃതമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ, ഇപ്പോൾ മഷി പുരട്ടുമ്പോൾ ഇങ്ങനെ അതിന് പ്രൊട്ടക്ഷനുള്ള മെറ്റീരിയൽസ് തരിക. ജംഷീർ കൊടിഞ്ഞി കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. ജംഷീർ, എന്താണ് ഈ സംഭവം? ഇത് ഒറ്റപ്പെട്ട ഒരു സംഗതിയാണോ അതോ ഈ മഷി ഇത്രയും അപകടകാരിയാണോ? നിഷാദ്, ഇത് ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ല. കാരണം ആദ്യഘട്ടത്തിൽ ചില ഉദ്യോഗസ്ഥർ, അതായത് അധ്യാപകരടക്കമുള്ളവരാണ് ഇത്തരത്തിൽ ഒരു ആരോപണവുമായി അല്ലെങ്കിൽ തങ്ങൾക്ക് ഇത്തരത്തിൽ കൈ പൊള്ളി എന്ന വിഷയവുമായി രംഗത്ത് വന്നത്. തുടർന്ന് ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇതിന്റെ ഫോട്ടോ പങ്കുവെക്കുകയും ചെയ്തതോടെയാണ് ഏതാണ്ട് ഈ പ്രദേശങ്ങളിൽ തന്നെയുള്ള 50ഓളം ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ സമാന അനുഭവങ്ങളുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായത്. അതിൽ പലരുടെയും കൈകൾ നല്ല രീതിയിൽ പൊള്ളിയിട്ടുണ്ട്, പലരുടെയും തൊലി അടർന്നു പോയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. പലരും നീറ്റിലും പുകച്ചിലും ഒക്കെയായി ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. പലരും ഇത്തരത്തിലുള്ള ഓയിൻമെന്റുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ടൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിൽ പ്രധാനമായും ഇവർ പറയുന്നത് തങ്ങൾക്ക് സുരക്ഷാ സംവിധാനങ്ങൾ, അല്ലെങ്കിൽ ഒരു ഗ്ലൗസ് പോലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും സുരക്ഷാ സംവിധാനങ്ങൾ നൽകണമായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ മഷി പുരട്ടുന്ന ആൾക്ക് തന്നെ മറ്റു പല ജോലികൾ കൂടിയുണ്ട്. അവരുടെ പേര്, വോട്ടർമാരുടെ പേര് എഴുതണം, സ്ലിപ്പ് നൽകണം, അവർക്കൂടെ സൈൻ ചെയ്യിപ്പിക്കണം. അപ്പോൾ ഇത്തരത്തിൽ ഈ മഷി പുരട്ടുക എന്നുള്ളത് ഒരാളെ കൊണ്ട് മാത്രം ചെയ്യിക്കേണ്ട പണിയാണ്. പക്ഷെ അത് ആ പണിയോടൊപ്പം തന്നെ മറ്റു ജോലികൾ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ മഷിയുടെ ബോട്ടിൽ വളരെ ചെറിയ രീതിയിൽ ഉള്ള ബോട്ടിലായിരുന്നു. തുറക്കുമ്പോൾ തന്നെ മേലാകെ ഈ മഷി പോകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി വലിയ രീതിയിലുള്ള ഒരു കുപ്പിയിലേക്കോ അല്ലെങ്കിൽ ബ്രഷൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറ്റണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ നിലവിൽ നിരവധി വരുന്ന ഉദ്യോഗസ്ഥർക്കാണ് സമാനമായ രീതിയിൽ പൊള്ളയേറ്റിട്ടുള്ളത്. നിശാന്ത്, ശരി.